ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ദാ ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ഡേ ഇല്ല, കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഡെയിലി എനിക്ക് വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നന്ദുട്ടീനെ വെച്ചിട്ട് ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം ഒന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ ചാരുട്ടിക്ക് പോകാനില്ല, ഏട്ടന് പോകാനില്ല, അപ്പോൾ എല്ലാവരും ലീവാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റുണ്ട്. സാധാരണ ഒരു 6:45 ആകുമ്പോൾ എഴുന്നേൽക്കാറുള്ളത്. നന്ദൂട്ടി ഒരു 5 മണി 5:30 ആകുമ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന കേട്ടോ. പക്ഷേ ഇന്ന് അവൾ എന്തോ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോഴാണ് അവൾ എഴുന്നേറ്റ കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അപ്പം തന്നെ വേഗം ബ്രഷ് ചെയ്തു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. കാരണം അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ വന്നിട്ട് ഉണ്ടാക്കുക പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ പോയത്. അപ്പോൾ ഞാൻ അവളപ്പോൾ എടുക്കും എന്ന് വിചാരിച്ച് അവൾ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് അവളെടുത്തു കേട്ടോ. ഇപ്പം ഞാൻ എന്താ പറയുക, ഡെയിലി വീട്ടിൽ മോളെ നോക്കാൻ ആരും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അവളെ മാനേജ് ചെയ്യുന്നത്. ഏട്ടൻ ജോലിക്ക് പോകും, ഏട്ടൻ്റെ അമ്മ രാവിലെ പോകും, പിന്നെ ഞാനും മോളും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അവളെങ്ങനെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ക്യാരി ബാഗ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളായി. അപ്പോൾ അങ്ങനെ വീട്ടിലാരും നോക്കാനില്ലാത്ത മോംസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട പണികൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ നാളത്തേക്ക് മാറ്റി വെക്കാത്ത പണികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബാഗിൽ അവരെ ഇങ്ങനെ ക്യാരി ചെയ്ത് നമുക്ക് ആ പണികളൊക്കെ എടുത്ത് തീർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികവും ഈ ഒരു ബാഗിൽ അവളിട്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അധികം ഹെൽപ്ഫുള്ളായി തോന്നി കേട്ടോ. അപ്പം നിങ്ങളും വാങ്ങി വെക്കുകയാണെങ്കിൽ വാങ്ങി വെച്ചോളൂ, നല്ലതാണ് കേട്ടോ. അപ്പോൾ അവളെ ബാഗിലൊക്കെ ആക്കി ഞാൻ അടുക്കളയിലേക്ക് പോവാം കേട്ടോ. ഇന്നിപ്പം അമ്പലത്തിൽ പോകാനുള്ളൊരു പ്ലാൻ ഉള്ളതിനെ കൊണ്ട് ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കുകയാണ്. പിന്നെ വന്നിട്ട് ആക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ആക്കി വെച്ചാൽ പിന്നെ വന്നാൽ വേഗം എടുത്ത് കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നന്ദുവിനതാ അവിടെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയാട്ടോ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എല്ലാവരും നേരത്തെ വേഗം എഴുന്നേറ്റുണ്ട്. സാധാരണ ചാരുട്ടിക്ക് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഭയങ്കര മടിയാട്ടോ എഴുന്നേറ്റ് വരാൻ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് നമ്മളെ കുടുംബക്ഷേത്രത്തിലല്ല കേട്ടോ പോകുന്നത്. നമ്മൾ വളയനാട് ക്ഷേത്രത്തിലാണ്. കോഴിക്കോടുള്ള എല്ലാവർക്കും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിട്ടും പോകണം കേട്ടോ. നല്ല വൈബാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡെയിലി പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല ലോങ് ആണ്, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ദിവസം പോകാനുള്ള പരിപാടി നടക്കില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ പോകുന്നത്. എൻ്റെ കല്യാണത്തിന് മുന്നേ എങ്ങാനും പോയൊരു ഓർമ്മയാണ് എനിക്ക്. അപ്പോൾ നല്ല വൈബാണ്, നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. കുറേ നേരം നമ്മൾ തൊഴുതു, പിന്നെ പ്രദക്ഷിണം വെച്ചു. അത് കഴിഞ്ഞതാ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ പോവാത്ത ആൾക്കാർ എന്തായിട്ടും പോകണം കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റൂല. നമുക്ക് വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നത് നടക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് നല്ല റിലാക്സേഷൻ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം അമ്പലത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും ഇത് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചാരുട്ടിൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. നന്ദൂട്ടിൻ്റെ ഫേസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് നോക്കി ഇങ്ങനെ ചിരിക്കുക. അത് അവളുടെ ഒരു ഹാബിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് എനിക്ക് 2 കൊറിയർ പാക്ക് ചെയ്യണ്ട കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട്. നമ്മളൊരു ഓൺലൈനല്ല ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഓൺലൈനിലേക്കൊന്നും വന്നിട്ടില്ല. ഓൺലൈനിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു പേര് കിട്ടിയിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ തീർത്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇൻസ്റ്റയിലൂടെ പ്രൊഡക്റ്റ്സ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല നല്ല കളക്ഷൻസൊക്കെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വീഡിയോ എടുത്തതിനെ കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.